ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ക്രമമായ വേദപുസ്തക വായനയുടെയും പഠനത്തിൻ്റെയും 161 ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 52 മുതൽ 54 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 12-ാം അധ്യായം 7-ാം വാക്യം. എൻ്റെ കോപം ശീശക്ക് മുഖാന്തരം യെരൂശലേമിന്മേൽ ചൊരികയുമില്ല. ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഒരു ഫറവോ ആയിരുന്നു ശീശക്ക്. ഫറവോൻ എന്ന പേരിൻ്റെ അർത്ഥം കൊട്ടാരം എന്നാണ്. ഈജിപ്റ്റിലെ ചക്രവർത്തിയെയാണ് ഫറവോൻ എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചരിത്രകാലത്തെ ഈജിപ്റ്റ് സംസ്കാരത്തിന് വ്യവസ്ഥാപിതമായ ഒരു പ്രത്യയ ശാസ്ത്രം ഉണ്ടായിരുന്നു. ഈ വ്യവസ്ഥകളും ഈജിപ്റ്റിലെ രാജത്വവും ദൈവികമാണെന്ന് രാജാവും ജനങ്ങളും ഒരുപോലെ വിശ്വസിച്ചിരുന്നു. അതിനാൽ അവർ രാജാക്കന്മാരെ ദൈവത്തെപ്പോലെ കാണുകയും അവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 38-ാം വാക്യത്തിൽ യഹോവ ശലോമോൻ്റെ കയ്യിൽ നിന്ന് രാജത്വം രെഹബെയാമിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്ന വാർത്തയറിഞ്ഞ് ശലോമോൻ യൊരോബെയാമിനെ കൊല്ലുവാനായി അന്വേഷിക്കുന്നു. എന്നാൽ ഇതറിഞ്ഞ യൊരോബെയാം എഴുന്നേറ്റ് മിസ്രയീമിൽ ശീശക്ക് എന്ന മിസ്രയീം രാജാവിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നു. അതുമാത്രമല്ല, ശലോമോൻ്റെ മരണം വരെ അതായത് യൊരോബെയാം മിസ്രയീമിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നു. അതേസമയം ശലോമോൻ്റെ മകനായ രെഹബെയാം ഇസ്രായേലിൻ്റെ രാജാവായിട്ട് തീരുന്നു. അങ്ങനെ രെഹബെയാം രാജാവിൻ്റെ 5-ാം ആണ്ടിൽ മിസ്രയീം രാജാവായ ശീശക്ക് യെരൂശലേമിൻ്റെ നേരെ വന്നു യെരൂശലേം ആക്രമിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. മിസ്രയീം രാജാവായ ശീശക്ക് 1200 രഥങ്ങളോടും 60,000 കുതിരച്ചേവകരോടും കൂടെ യെരൂശലേമിൻ്റെ നേരെ വന്നു. അത് വലിയ ഒരു സംഘമായിട്ടാണ് ഇത്തരത്തിൽ ആക്രമിക്കുവാനായിട്ട് എത്തുന്നത്. എന്നാൽ ആ സമയത്ത് യഹൂദയോട് ചേർന്നുള്ള ഉറപ്പുള്ള പട്ടണങ്ങളൊക്കെയും പിടിച്ചെടുക്കുവാൻ ശീശക്ക് രാജാവിന് സാധിച്ചു. എന്നാൽ അവിടെ യഹോവ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ ശീശക്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് ശീശക്ക് രാജാവ് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു. അവൻ ആ സകലവും കവർന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും ശീശക്ക് എന്ന ഫറവോ എടുത്തുകൊണ്ടുപോകുന്നു. ഇത് നമുക്ക് 1 രാജാക്കന്മാർ 14-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യഹോവയുടെ അരുളപ്പാടിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഇസ്രായേല്യർ തങ്ങളെ തന്നെ താഴ്ത്തി അനുതപിച്ച് ദൈവത്തിന് വിധേയരായിട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ യഹോവയായ ദൈവം അവർക്കുള്ള ശിക്ഷ മാറ്റുകയും എൻ്റെ കോപം ഇനി ശീശക്ക് മുഖാന്തരം യെരൂശലേമിന്മേൽ ചൊരിയുകയുമില്ല എന്ന ഉറപ്പും അവർക്ക് നൽകുന്നു. ശരിയായ അനുതാപം ദൈവത്തിൻ്റെ കോപം അഥവാ ദൈവിക ന്യായവിധിയിൽ നിന്ന് അവർക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവ വഴികളെ വിട്ടുമാറിയാൽ നമുക്കൊരു ശിക്ഷയുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അനുദിനം ദൈവ വഴികളിൽ നിന്ന് വിട്ടുമാറാതെ ജീവിക്കുവാനും ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനും സഹായിക്കണമേ. ആമേൻ.